ാതിരുന്നൊരു ചോദ്യമുണ്ട്, അതിപ്പോൾ ചോദിക്കുകയാണ്. മിഴിയോരം ഈ പാട്ട് ഈ തുടരും എന്ന് പറയുന്ന സിനിമയിലേക്ക് നിങ്ങൾ ആ ഒരു വരി തന്നെ, അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും ഹിറ്റ് പാട്ടാണ്. അങ്ങനെയാണ് തുടരുമല്ല മിഴിയോരം എന്ന് പറഞ്ഞ വേറൊരു പാട്ടുണ്ടല്ലോ, തുടങ്ങുന്നത് അങ്ങനെയാണ്, അതേ വരിയുടെ തന്നെയാണ്, നനഞ്ഞൊഴുകുന്നു ഇവിടെ. അത് അങ്ങനെ അത് ഞാൻ ഫസ്റ്റ് എഴുതിയ ലൈൻ അതായിരുന്നില്ല, വേറെ ഒന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജെയ്ക്സ്, രഞ്ജിത്തേട്ടൻ, തരുൺ ഇവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ വന്നതാണ്. ഇതൊരു തുടർച്ചയാണ്, ഒരു ഓർമ്മയാണ്. അപ്പോൾ ആ മിഴിയോരം എന്നവിടെ വെക്കാമോ എന്നുള്ളൊരു സജഷൻ എഴുതി ഇങ്ങനെ വരുന്ന സമയത്ത് വന്നപ്പോൾ അപ്പോൾ ശരിയാണ്, അങ്ങനെ ഒരു കണക്റ്റും ഉണ്ടല്ലോ, അങ്ങനെ വെച്ചതാണ്. കാരണം അത് ആ പാട്ട് കേട്ട് കഴിഞ്ഞാലേ രണ്ട് പാട്ടും, അതായത് അന്നത്തെ പാട്ടിൽ മിഴിയോരം നനഞ്ഞൊഴുകും തീരം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇത് അതൊന്നുമില്ല, മിഴിയോരം തന്നെയാണ്. അതിന്റെ അടുത്ത വരി എന്തായിരുന്നു? അല്ല, മിഴിയോരം നനയുകയോ. ഈ തുടരും എന്ന് പറയുന്ന പാട്ടിൽ അങ്ങനെയാണ്. മറ്റിടത്ത് താനെ കഥ തുടരും എന്നുള്ളതാണ് വരുന്നത്, കഥ തുടരും എന്നുള്ളത്. ഈ തുടരുവിനെ കുറിച്ച് അന്ന് തരുൺ പറഞ്ഞത് തന്നെയായിരുന്നു, ഇതൊരു കണ്ടിന്യൂഷൻ പോലെയാണല്ലോ മോഹൻലാലിന്റെ. അപ്പൊ അതിന്റെ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഇവിടെ വന്ന് ഞാൻ നിങ്ങളുടെ പാട്ടിനെ കുറിച്ച് കംപ്ലീറ്റ് ഇങ്ങനെ റിസർച്ച് ചെയ്ത് കൊള്ളാമല്ലോ ഈ സംഭവം എന്ന് പറഞ്ഞു. ശരി വിജയൻ ചേട്ടാ, നമുക്ക് ആ പോലീസിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാം. കാരണം ഈ 18ാമത്തെ വയസ്സിൽ യൂണിഫോമൊക്കെ അണിഞ്ഞ് എത്ര പ്രാവശ്യം യൂണിഫോം ഇട്ടിട്ടുണ്ട്? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇല്ല, യൂണിഫോം ഞാൻ അധികം ഇലക്ഷൻ ഡ്യൂട്ടി, ശബരിമല ഇതിനൊക്കെ പോകുമ്പോഴാണ് യൂണിഫോം. അതല്ലാതെ വിളിച്ചു വരുത്തിയത് മറ്റേന്തോ തിരുവനന്തപുരത്തോ പൂന്തുറയിലോ അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നപ്പോഴായിരുന്നോ? അത് നമ്മുടെ കേക്കോട്ടയിൽ ഇങ്ങനെ ഒരു ചാല പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്തൊക്കെ യൂണിഫോം സ്പോർട്സുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ യൂണിഫോം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല, റയറായിട്ട് യൂസ് ചെയ്യണവരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചാല ഡ്യൂട്ടിക്ക് വിളിച്ചപ്പോൾ നമ്മുടെ അടുത്ത് യൂണിഫോമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും വോളിബോളും ബാസ്കറ്റ് ഫുട്ബോളും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് യൂണിഫോം പറഞ്ഞു. അപ്പോൾ വന്ന ഒരാളെ യൂണിഫോം എടുത്ത് ഭയങ്കര ലൂസ്, പാൻറ് വലിച്ചു കയറ്റിയപ്പോൾ അതിലും വലിയ ലൂസ്. അപ്പം ഈ കാണുന്ന ഭംഗിയൊന്നുമല്ല അന്ന് ഞാൻ സ്കെൽറ്റായിട്ട് പറഞ്ഞു. ബെൽറ്റ് നമ്മുടെ പോലീസിന് ബെൽറ്റാ, അടുത്ത് കെട്ടിയപ്പോൾ കംപ്ലീറ്റ് ഫ്ലീറ്റ് ഇവിടെ പാൻറ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താന്ന് പറയും, നമ്മൾ കണ്ട് ഫുട്ബോൾ കളിച്ചില്ലേ, തീർച്ചയായിട്ടും അല്ല അർജന്റീന ജയിച്ച കഴിഞ്ഞിട്ടാണ്. മെസ്സിയുടെ വലിയ ഭാഗ്യമാണ് മോള് പന്ത് കളിച്ചത്. അന്ന് നമ്മളിവിടെ നമ്മുടെ അക്കാഫിന്റെ ഭാഗമായിട്ട് IM വിജയ് സാറിന്റെ ടീമിലാണ് ഞാന്, ചേട്ടന്റെ ടീമിലാണ് നമ്മളെല്ലാരും കളിക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു ലെജൻഡ് ഫുട്ബോളിന് മര്യാദക്ക് കാലം ആഞ്ഞ് തട്ടണമെന്ന് വിചാരിച്ചാൽ പോലും കാലും ബോളുമായിട്ട് കണക്ട് വരുന്നില്ല. വിജയൻ ചേട്ടൻ അത് ഓർമ്മിച്ചിരിക്കുന്നു. അല്ല, നമ്മളെ ഒരുമിച്ച് അഭിനയിച്ച മോനും നമ്മുടെ ടീമിൽ കളിച്ചു. ഞാൻ 2 ആണുങ്ങളുള്ളൂ, ബാക്കിയൊക്കെ പെണ്ണുങ്ങളാ. അവരെല്ലൊക്കെ ആണുള്ളൂ അല്ലേ? പക്ഷെ ഞങ്ങളിവിടെ ദുബായിൽ വന്നതിന്റെ കാര്യം ചോദിച്ചില്ലേ? അത് പറയാം, അത് ഹരി പറയട്ടെ. കാരണം വെച്ചാൽ ഹരി തുടങ്ങുന്ന നല്ലത്. ഹരിയുടെ എഴുത്ത് തുടങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അദ്ദേഹത്തിന്റെ കുന്നംകുളത്തുള്ള ഹരി തന്നെ പറഞ്ഞു, അതായിരിക്കും നല്ലത്. ആ പാട്ട് എഴുതിയ സ്ഥലം. അതെ, അപ്പൊ അത് കുന്നംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേ സമയം ചെണ്ടമേളവും പെരുവനം കുട്ടന്മാരുടെ മേളവും ഉണ്ടാവും, വത്സേട്ടൻ്റെ ബാൻഡ് സെറ്റും ഉണ്ടായിരിക്കും. എന്നിട്ട് രണ്ടിനും ഞങ്ങൾ തുള്ളും അവിടെ കിടന്നിട്ട്. ഈ ഞങ്ങളുടെ അവിടെ പെരുന്നാളിനും ആനയുണ്ടാവും, പൂരത്തിനും ആനയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയ നേർച്ചയ്ക്കും ആനയുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ പഴഞ്ഞിയിലും കുന്നംകുളം, അപ്പോൾ പഴഞ്ഞിക്കാരൻ കൂട്ടായ്മ ആണ്, പ്രവാസി കൂട്ടായ്മയാണ് ഈ പെരുന്നാൾ, കുന്നംകുളത്തെ പെരുന്നാൾ ഇവിടെ ദുബായിൽ കൊണ്ടുവന്ന് ഇതാക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുന്നംകുളത്ത് കുറേ പള്ളി പെരുന്നാളുകളുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പഴഞ്ഞിപ്പള്ളി പെരുന്നാൾ. കാരണം പഴഞ്ഞിപ്പള്ളി പെരുന്നാളിൻ്റെ അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ പള്ളിയുടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഒരു ട്യൂണിന് പാട്ട് എഴുതുന്നത്. അപ്പോൾ ഒരു പാട്ടെഴുത്തുകാരനാക്കിയത് പഴഞ്ഞിപ്പള്ളിയിൽ വെച്ചിട്ടാണ്, പഴഞ്ഞിപ്പള്ളിയുടെ പെരുന്നാളാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പെരുന്നാളാണ് ഇവർ ഗംഭീര സംഭവമായിട്ട് ഇപ്പോൾ വരാനുള്ള, ഇവരാദ്യം വിചാരിച്ചതെന്നൊക്കെ ക്രൗഡ് ഇപ്പം മുകളിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനത്തെ ബാൻഡ് സെറ്റും എന്താണോ നമ്മളെ
നാട്ടിലെ പെരുന്നാൾ അതേ വൈബ് ഇവിടെ ഇവർ അജ്മാനിൽ ഉണ്ടാക്കുകയാണ്. ഓ അടിപൊളി. ആദ്യമായിട്ട് ഒരു കുന്നംകുളം പെരുന്നാള് പഴഞ്ഞിക്കാരൻ പ്രവാസികൾ നടത്തുകയാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ വിജയം. അതിന് ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളെ ഗസ്റ്റായിട്ട് ഹരിയേട്ടനും വിജയേട്ടനും പിന്നെ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാര് അത് ഒരുവിധമുള്ള പെരുന്നാളൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാറുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ഒറിജിനൽ പഴഞ്ഞി പെരുന്നാള് ഒക്കെ പഴഞ്ഞി പെരുന്നാൾ ഒക്ടോബർ 1-2 വിജയേട്ടനും ഞാനുണ്ട്. ഒറിജിനൽ എന്ന് പറയാനുള്ള കാരണം കുന്നംകുളം എന്ന് പറയുന്നത് അല്ല, ഞാൻ കുന്നംകുളം ഒറിജിനൽ ആയതുകൊണ്ട് കുന്നംകുളത്തുകാർ എന്തോ ഒരു ഒറിജിനൽ അല്ലാത്തതുപോലെ എന്ന് തോന്നി. അത് പലർക്കും തോന്നുന്നത്, ഞങ്ങൾക്ക് ഉറപ്പാണ്. ശരി ശരി. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇദ്ദേഹത്തിന് ഹരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങി. ഹരി പാട്ടെഴുത്തിലേക്ക് വന്നതിൻ്റെ ഈ പറഞ്ഞൊരു റീസൺ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ ഒരു ഹിറ്റ് പാട്ടെന്ന് പറഞ്ഞാൽ ഓലഞ്ഞാലി കുരുവി എന്ന് പറഞ്ഞൊരു ഒരു പാട്ടാണ് അല്ലേ? ഒരു പക്ഷേ ഹരിയെ കൂട്ടുകാരെന്നെ വിളിക്കുന്നത് ഓലഞ്ഞാലി ഹരി എന്നായിരിക്കും. കുറെ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓലഞ്ഞാലി എന്നൊക്കെ ഈ മൊബൈലിൽ സേവ് ചെയ്താണ്. കാരണം അത് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അതെഴുതിയ ആളാണെന്ന് ചോദിക്കുക, ഓലഞ്ഞാലി എഴുതിയ ആളെന്ന്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വരവ് കുന്നംകുളം നൽകിയിട്ടുള്ള നിങ്ങളുടെ ഒരു സപ്പോർട്ട് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് ഇപ്പോൾ കുന്നംകുളം എന്നും അത്രയും സപ്പോർട്ടാണ്. കുന്നംകുളത്താണ്, പഴഞ്ഞിയാണെങ്കിലും കരിക്കാടാണെങ്കിലും കുന്നംകുളം കലാകാരന്മാർക്ക് അത് 100% ഒറിജിനലായതുകൊണ്ട് ഫുള്ള് ആ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് തന്നെയാണ് നിലനിർത്തുന്നത്. ഇപ്പം ഇവിടേക്ക് കൊണ്ടുവന്നതും ഇവരാണ്. സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാനൊരു ദിവസം ഒരു ഡയറക്ടറുടെ അടുത്ത് പോയിട്ട്, ഡയറക്ടറുടെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഷൂട്ട് ചെയ്തത് എന്തോ വോയിസ് ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്ടർ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, ഞാനും ഇരിക്കുന്നുണ്ട്. ഇരുന്നപ്പോൾ അതിൽ പുള്ളിയുടെ നാട്ടിലെന്തോ ഫങ്ഷനാണ്. ആ ഫങ്ഷന് ഡയറക്ടറുടെ ഒരു പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടം നോക്കിയിട്ട് ഡാഷ് ചേട്ടൻ ഇതെന്തത് നിങ്ങളുടെ പടം ഇങ്ങനെ നല്ല പടം കൊടുത്തൂടെ, ഇത് ഒരുമാതിരി ലിറിസിസ്റ്റിൻ്റെ പടം പോലെ. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ലിറിസിസ്റ്റുമാരെ കാണുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് കുന്നംകുളത്തുകാർ തരുന്നൊരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾക്ക് കുന്നംകുളം ഒറിജിനലാണെന്ന് ഞങ്ങൾക്ക് അത് അജ്മാനിൽ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ നമ്മൾ ഈ കുന്നംകുളത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം ഇപ്പൊ ഷാബു പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ മനസ്സിലുള്ള വേറൊരു പിക്ചറാണ്. പക്ഷെ കുന്നംകുളം എന്ന് കേൾക്കുമ്പോ ഇനി ആളുകളുടെ മനസ്സിലായും വിജയൻ സാറും ഹരിനാരായണനൊക്കെ വരണം അല്ലേ? അല്ല, അതിൽ വേറെ കാര്യമുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുന്നംകുളത്ത് കുറെ ആളുകളോട് ഇവിടെ ഒരുപാട് കുന്നംകുളം പ്രവാസി കൂട്ടായ്മയുണ്ട്. ഇപ്പം നമ്മൾ ചില സമൂഹത്തിന് ഒക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ സിനിമയിൽ അങ്ങനെ പേര് ഉപയോഗിക്കരുത്, നമ്മളങ്ങനെ ഉപയോഗിച്ച പേരുകളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ലേ. ഞങ്ങളങ്ങനെ കുന്നംകുളം കളിയാക്കിയിട്ട് സിനിമയിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അടുത്തൊക്കെ ചില പൊളിറ്റീഷ്യൻസ് സുഹൃത്തുക്കളാണ്, ഇവരൊക്കെ അത് കുന്നംകുളത്തെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ചില ആക്ടേഴ്സ് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത് കേട്ടു. ഇനി സിനിമയിലൊക്കെ ആ രീതിയിൽ കുന്നംകുളം ഉപയോഗിക്കരുത് എന്ന് നല്ല രീതിയിൽ പോരാണ്ടം കുന്നംകുളംകാരൊക്കെ കൂടി കൊണ്ടുവരികയാണ്. അത് ഞങ്ങള് ദുബായിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒറിജിനലാണെന്ന് നമ്മൾ കാണിച്ചോളൂ. അല്ല, ശരിക്കും വിജയൻ ചേട്ടന് ഹരിപ്പ പറഞ്ഞ പോലെ അവിടെ ഒരു കലാകാരന്മാരുടെ ഒരു നാടാണ്. അതെല്ലാത്തരം താളമേളങ്ങളുള്ളതാണ്. ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടതാണ് വിജയൻ ചേട്ടൻ്റെ ഈ പറഞ്ഞ താളമേളം, കാലുകളുടെ ആ ഒരു ഒഴുക്കും ഒക്കെ നമ്മൾ കണ്ടു. സിസർ കട്ടൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വാവ് എന്ന് പറഞ്ഞ് നമ്മൾ അന്തം വിട്ടിരുന്നു. പെലെ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പിന്നല്ലാതെ നമുക്ക് ഈ വിജയൻ ചേട്ടനല്ലാതെ വേറെ ഏത് പെലെ എന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ആക്ടിങ്ങിലേക്ക് ജയരാജ് വിളിക്കുന്ന സമയത്ത് ചേടാ ഞാൻ ഗ്രൗണ്ടിൽ കിടന്ന് പന്ത് തട്ടി കിടന്നുകൊണ്ടിരുന്ന ഞാൻ ഈ അതൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയുടെ പേര് ശാന്തം. വിജയ് ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ശാന്തം അതല്ല, അതൊരു കഥയുണ്ട്. എന്റെ മോള് ഇരിക്കുന്ന നല്ലൊരു ആക്ഷനാണ്. അപ്പൊ ആളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ ആക്ച്വലി എന്താന്ന് അറിയോ, ഞാനൊരു ഫംഗ്ഷന് ഇരിക്കുകയായിരുന്നു. അപ്പൊ ചേട്ടൻ ഞാൻ ഇതുവരെ സ്റ്റേജിലൊക്കെ കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ട്രോഫി കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് കയറുന്നത്. അപ്പോൾ ചേട്ടനും ഞാനായിരിക്കണേ. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു. ചേട്ടൻ പെട്ടെന്ന് കയറിയിട്ട് സ്പീച്ച് ചെയ്തു.
അടുത്ത പടത്തിലെ നായകൻ IM വിജയനാന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ ചേട്ടൻ എന്നിട്ട് പറഞ്ഞേ ചോദിച്ചു. ചേട്ടൻ്റെ താഴത്ത് ഞാനും ചേട്ടനും ഗസ്റ്റാണ് അവിടെ നിന്ന്. ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ ചോദിച്ചു. അല്ല നീ അടുത്ത പടത്തിൽ എൻ്റെ നായകനാണ്. കൂളായിട്ട് പറഞ്ഞു. എനിക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഹെഡ് ഓഫീസിൽ നിന്നാന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് പെർമിഷൻ നോക്കിയിട്ട് പെണ്ണിൻ്റെ അടുത്ത് ചേട്ടന് പടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും കുറേ നല്ല പടങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പെണ്ണ് പറഞ്ഞ കുഴപ്പമില്ല പോയി കണ്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ദുബായിൽ ഒരു ലാലേട്ടൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഞാനുണ്ട്, ചേട്ടനുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി. ഞാനിപ്പോൾ അരിബയോട് പറയാറുണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അഭിനയിക്കാറിയില്ല, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. സത്യം എനിക്ക് അഭിനയിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല, എനിക്ക് അതാ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്താണ് എന്നെ ഇത്ര ഇഷ്ടമായി? അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്, ചിലപ്പോൾ ഫുട്ബോൾ പ്രേമികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ചിലപ്പോൾ ഉള്ളതാണ്. അപ്പം എൻ്റെ കാലിനേക്കാളും കാലിൻ്റെ ഭംഗിയേക്കാളും എൻ്റെ ഫേസിലൊരു അപ്പം ഞാൻ ചേട്ടാ ഞാൻ കണ്ണാടി നോക്കാറുണ്ട് ചേട്ടാ. പക്ഷെ ചേട്ടൻ്റെ ഒരു വ്യൂ വേറെയാണ്, ജയരാട്ടൻ്റെ വ്യൂ വേറെയാണ്. കാലിൽ നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും ഭംഗി എൻ്റെ ഫേസിൽ കാണേണ്ടത്. ഞാൻ അടിപൊളി ചേട്ടനാണ് അങ്ങനെ ആദ്യമായിട്ട് പറയണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് പടത്തിൽ പറഞ്ഞത് ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത്. പക്ഷെ അതൊരു ആർട്ട് മൂവി ആയിരുന്നു. അത് നാഷണൽ അവാർഡ് കിട്ടി ഫസ്റ്റ് പടത്തിന്. പക്ഷെ എന്നിട്ട് എൻ്റെ ഇന്ത്യൻ ടീമിൽ എല്ലാവരും കൊണ്ട് ഞാൻ പടം കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവർ കാണണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പടത്തിൽ അഭിനയിക്കാൻ. അതൊരു ആർട്ട് മൂവിയാണ്, അവാർഡ് മൂവിയാണ്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് മണിബൈരാണ് ചെയ്ത് കമേഴ്ഷ്യൽ മൂവി. ഡയലോഗ് പറഞ്ഞു. എനിക്ക് ആ സാധനം എന്ന് പറയാൻ അറിയാത്ത സാധനമാണ് ഡയലോഗ് പറയാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കുറെ പടത്തിൽ വിജയുടെ കൂടെ അതാ പറഞ്ഞ നൈലയുടെ കൂടെ അഭിനയിച്ചു. അല്ല പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവില് വിജയുടെ കൂടെ അഭിനയിച്ചു. ഇപ്പൊ നമ്മൾ അദിയോസ് അമീഗോസ് അതിനകത്തുണ്ടായിരുന്നു, അത് ക്യാമിയോ ആയിരുന്നു എന്നാ പോലും അല്ലെ. അപ്പൊ മാത്രല്ല അന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഷാബു, അതായത് അദ്ദേഹം വളരെ എളിമയോട് കൂടി പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ എന്നെ ഇങ്ങനെ വിളിച്ചു. പക്ഷെ അന്ന് IM വിജയനെ പോലെ ഒരു സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യുന്നത് എന്താ പറയാ ജയരാജനും ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് ഈസ് ഓൾറെഡി എ സൂപ്പർ സ്റ്റാർ. മാത്രമല്ല നമ്മൾ അതാ പറഞ്ഞത് നമ്മൾ അതുവരെ കളിയിലുള്ളോ പടത്തിലല്ല നിങ്ങൾ പന്ത് കളിയിലും ഇതിലൊന്നുമല്ല, മലയാളികളുടെ മനസ്സിലാണ്. നിങ്ങൾ പന്ത് തട്ടി മനസ്സിൽ കയറ്റിയ ആളാണ്. അല്ലേ, കാരണം ഇന്നും നമ്മൾ കുട്ടികളോട് പറയാണ് നമുക്ക് ഫുട്ബോൾ കുറച്ചൊന്ന് ചെയ്തെന്ന്. അവർക്ക് തന്നെ അറിയാം ഫുട്ബോളിൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ക്രിക്കറ്റ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് IM വിജയൻ എന്നൊരു സ്റ്റാർ മലയാളത്തിൽ പിറക്കുന്നത് അല്ലേ ഷാബു? തീർച്ചയായിട്ടും അല്ല വിജയൻ ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഈ മറ്റേ നമ്മുടെ വൈഭവ് സെഞ്ചുറി അടിച്ച സമയത്താണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് കുട്ടികളോട്. ഒരുപക്ഷെ വിജയൻ ചേട്ടനെ സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ ഇപ്പം പല കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അന്ന് വിജയൻ ചേട്ടൻ പറഞ്ഞൊരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് അതാ ഞാൻ പറഞ്ഞത്. നമ്മളന്ന് സ്പെഷ്യൽ ന്യൂസിനകത്ത് ഉൾപ്പെടുത്തി അത് തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലഹരി. എൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. അത് ഞാൻ ആ ലഹരിയിൽ ഇങ്ങനെ ആറാടി ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. സിനിമ ആണെങ്കിൽ പോലും അവസാനം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചൊക്കെ നിൽക്കുകയാണ്. തുടങ്ങി അല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ലഹരി പറയുമ്പോൾ നമ്മൾ പറയണം ഈ മനുഷ്യനെ അത്രയും നെഞ്ചിലുള്ളതുകൊണ്ടാ. ഈ 18 വയസ്സുള്ള സമയത്ത് 19 വയസ്സ് തികയുന്ന സമയത്താണ് 1987-88 കാലത്ത് സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിൽ അന്ന് തോമസ് സെബാസ്റ്റ്യൻ നയിക്കുന്ന VP സത്യൻ, ഷറഫ് അലി, CV പാപ്പച്ചൻ ഇങ്ങനെയുള്ള കുരികേഷ് മാത്യു ഇങ്ങനെയുള്ള സീനിയേഴ്സുള്ള ടീമിൽ 18 വയസ്സ് ആയ അല്ലെങ്കിൽ 19 വയസ്സ് 18 വയസ്സ് തികഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ആദ്യത്തെ ഗോള് കേരളത്തിന് വേണ്ടി അടിക്കുന്നു. അന്നത്തെ സ്പിരിറ്റ് എന്താണോ ഈ മനുഷ്യന്, അത് തന്നെയാണ് ഭൂട്ടാനെതിരെ 12 സെക്കൻഡിൽ റെക്കോർഡ് ഗോൾ അടിക്കുമ്പോഴും അത് തന്നെയാണ് ഈ മറ്റേ സിസർ കട്ട് അതേ സ്പിരിറ്റ് തന്നെയാണ് ഇങ്ങേരെ 52ാമത്തെ വയസ്സിൽ ചാലശ്ശേരിയിൽ ഒരു 7ൽ ഗോൾ അടിച്ചു. ആ ഗോൾ അടിക്കുമ്പോഴും 52 വയസ്സിൽ കളിച്ച പ്ലെയേഴ്സ് ഉണ്ടാവില്ല നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ, അപ്പോഴും 7s കളിച്ചുകൊണ്ടിരിക്കുക. ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാവുക എന്നുള്ളതാണ്. അല്ല അതാ പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളോട് അല്ലേ അങ്ങനെയല്ലേ അല്ല നമുക്ക് പിള്ളേർ ഇപ്പോന്ന് പറഞ്ഞാൽ ഇപ്പോന്ന് പറഞ്ഞാൽ പിള്ളേർക്ക്
കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിപ്പോയി. ഇപ്പോൾ സ്പിരിറ്റ് എന്ന് ഞാൻ എപ്പോഴും പറയുകയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ പേരിൽ ടൂർണമെൻറ്റ് നടത്തിയപ്പോഴും ഉഷ FC നടത്തിയപ്പോഴും ഫുട്ബോളാണ്, കാൽപന്താണ് ലഹരി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കേരളം മൊത്തം അങ്ങനെ ഇപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ലഹരി എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഓരോ ഇതില്ല, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കണം, ചിലപ്പോൾ അഭിനയിക്കാനാവും, അല്ലെങ്കിൽ പടം വരയ്ക്കാനാവും. അത് നമ്മുടെ മനസ്സിലുള്ള, അത് ഒരിക്കലും ബായിരിക്കണം ബായി പാട്ട് എഴുതാനുള്ള ആളാണ് അല്ലേ. ആ ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലഹരിയാണ്, ലൈഫ് ലോങ് പോണാണ്. മറ്റുള്ള ലഹരിയൊക്കെ ഷോർട്ട് പീരീഡാണ്. പക്ഷെ എൻ്റെ ഈ ലഹരി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാവണ വരെ എൻ്റെ വലിയൊരു ആഗ്രഹം ഗ്രൗണ്ടിലിരുന്ന് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ. അപ്പോൾ പിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം അതാണ് ചെയ്യണത്. ഇതൊക്കെ വിട്ടിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അത് ലൈഫ് ലോങ് ഉള്ളതാണ്, ഇതൊക്കെ ഷോർട്ട് പീരീഡ് ആണ്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ പറയല്ലോ ലാലേട്ടൻ ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ഓസ്കേഴ്സ് വീട്ടിലിരിക്കേണ്ട വ്യക്തിയായിരുന്നു പറഞ്ഞ പോലെയാണ്. ചേട്ടൻ ഇപ്പം ലോകത്തിന്റെ മറ്റിപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നു ജനിച്ചിരുന്നെങ്കിൽ ഇന്ന് അല്ലേ, ഇന്ന് ആരായേനെ ഒരു ഗോൾഡൻ ബൂട്ടോ അതൊക്കെ വീട്ടില്. കഴിഞ്ഞ ദിവസം റൊണാൾഡീഞ്ഞോ, ദുങ്ക ആ ലെജൻസിന്റെ കൂടെ ഒക്കെ കളിച്ചിട്ട് വരിക. അതെ അതെ. ഓ, അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയൂ വിജയൻ ചേട്ടാ. അല്ല, വലിയൊരു ഭാഗ്യമാണ്. വേൾഡിലെ ഏറ്റവും വലിയ സ്കിൽഫുൾ പ്ലെയർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊണാൾഡീനോ. കാരണം സിഡാനോട് ഒരു പ്രസാരം ഇങ്ങനെ ചോദിച്ചാണ്. സിഡാൻ ഭയങ്കര എല്ലാവർക്കും അറിയാം, സ്കില്ലുള്ള ആളാണ്. ഇങ്ങനെ ഭയങ്കര സ്കില്ലുള്ള ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞു എന്നോടല്ല ചോദിക്കണ്ടേ, റൊണാൾഡീനോ ലോകത്തിലെ ഏറ്റവും സ്കിൽഫുൾ പ്ലെയർ ആണ്. പക്ഷെ എന്റെ ഗോഡ് ഇസ് ഗ്രേറ്റ്. ദൈവം എന്നൊരാളുണ്ട് മുകളിൽ. ഒരു സംശയം ചോദിച്ചോട്ടെ, ആ മനുഷ്യനോട് എന്തായിരുന്നു ഗ്രൗണ്ടിൽ നിന്ന് കേട്ടോ. അപ്പൊ ആളെ കൂടെ കളിക്കാൻ പറ്റാൻ എന്റെ വലിയൊരു ഭാഗ്യാണ്. റൊണാൾഡീനോ കൂടെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യാണ്. അപ്പൊ ഞാൻ ഒരു ലെജൻഡ്സ് മാച്ച് എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഖത്തറിൽ പോയി, ബാഴ്സലോണയും മറ്റേ റിയൽ മാഡ്രിഡും കളിക്കുന്ന. അപ്പൊ എല്ലാ ഫുട്ബോൾ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൊറിയ എന്ന് പറഞ്ഞിട്ട്, ഷോണി ഉണ്ട് അവിടെ. അവർ ടിക്കറ്റ് എടുത്ത് തന്നു. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഒരു ഫ്രീക്ക് കിട്ടിയപ്പോൾ റൊണാൾഡീനോണ് എടുക്കുന്നത്, ഡീൻ്റെ പുറത്തുനിന്ന്. സൂപ്പർ ഗോള്. ആ കളിക്കുന്ന ലെജൻസ് എന്ന് പറഞ്ഞാൽ അത്ര പുലികളെ കളിക്കുന്ന. അപ്പോൾ ഗോൾ അപ്പോൾ ആയിരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ വന്നപ്പോൾ ചെന്നൈയിലായിരുന്നു കളി. അപ്പം അങ്ങനെ ഒരു ഫ്രീക്ക് കിട്ടി നമ്മുടെ എതിര്, ഇന്ത്യൻ ടീമിൻ്റെ എതിര് കിട്ടി. ആദ്യം അടിച്ചപ്പോൾ നമ്മുടെ ഒരു ഡിഫൻഡർ ഓടി വന്നപ്പോൾ അത് റഫറി കിക്ക് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ആ ഫോട്ടോ കൊണ്ട് ഞാൻ റൊണാൾഡീനോ അല്ല സോറി ദുങ്കല്ല റിവാൾഡോ നിൽക്കണത്, 3 പേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ച് എൻ്റെ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിട്ടാ, ഞാൻ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞ് ഇവിടെയൊന്നും ഭയങ്കര ഞാൻ പറഞ്ഞു സെവൻത് Real Madrid and Barcelona are playing there, no legends match. I've seen that match. You take a good free kick there. റൊണാൾഡീനോ വിളിക്കുകയാണ്, എന്നെ കുറിച്ച് എന്താ പറയുന്നത് കേട്ടു. You take same free kick here. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കി വെച്ചു. ഭാഗ്യത്തിന് അടിച്ച് പുറത്തേക്ക് പോയി. എന്താ ഫ്രീ കിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയ ഭാഗ്യം കിട്ടും. അവരെ കൂടെ ഒരു 70 മിനിറ്റ് കളിക്കാന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗ്യ. അങ്ങനെ പറയരുത്. നമുക്ക് ഈ കോൺവെർസേഷൻ ഒന്ന് തുടരണം. ഷാബുവിന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും.